ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയായി കയറ്റുമതിയിലെ ഇടിവ്. വ്യാപാര കമ്മി GDP-യുടെ 1.2% ഉയരുമെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. വ്യാപാര പങ്കാളികൾക്ക് മേൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താനുള്ള യുഎസിന്റെ നയമാണ് കയറ്റുമതി മേഖലയ്ക്ക് പ്രതിസന്ധിയായി മാറിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറക്കുമതി വർദ്ധിച്ചതും എണ്ണ, സ്വർണ്ണ, ഇതര വ്യാപാര കമ്മിയിലെ കുതിച്ചുചാട്ടവും വെല്ലുവിളിയാണ്. ഇത് രാജ്യത്തെ ചരക്ക് വ്യാപാര കമ്മിയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയെന്നും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ 0.9% ഇന്ത്യയുടെ വ്യാപാര കമ്മി. 2026 സാമ്പത്തിക വർഷത്തിൽ GDP-യുടെ 1.2% ഉയരുമെന്നാണ് പ്രവചനം. അമേരിക്ക ഏർപ്പെടുത്തുന്ന താരിഫുകളിൽ 90 ദിവസത്തേക്ക് ഇളവ് നൽകിയിരുന്നുവെങ്കിലും ഭാവിയിൽ ഇനിയും താരിഫുകൾ ചുമത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതി സാധ്യതയെ ഇത് സാരമായി ബാധിക്കും. ഏപ്രിലിൽ വ്യാപാര കമ്മി $26.42 ബില്യൺ ആയി. മാർച്ചിലെ $21.54 ബില്യൺ നിന്നാണ് ഈ മുന്നേറ്റം. കഴിഞ്ഞ മാസം ഇറക്കുമതി 11% ഉയർന്ന് $6,351 കോടി ആയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. മുൻ മാസത്തെ അപേക്ഷിച്ച് ഇറക്കുമതി $1.4 ബില്യൺ വർദ്ധിച്ചപ്പോൾ കയറ്റുമതി $3.5 ബില്യൺ കുറഞ്ഞു. വ്യാപാര മേഖലയിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് 2025 ഏപ്രിൽ എണ്ണയ്ക്കും സ്വർണത്തിനും വ്യാപാര കമ്മി കുറഞ്ഞിരുന്നു. ഇത് വ്യാപാര കമ്മിയിലെ കുത്തനെയുള്ള വർധനവ് നികത്തി. പ്രതിമാസം ഏകദേശം 3 ഇരട്ടിയായി. എണ്ണയുടെയും സ്വർണത്തിന്റെയും കമ്മി കുറഞ്ഞു വരികയാണെങ്കിലും രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഇറക്കുമതിയിൽ കുതിച്ചുചാട്ടമുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമായി സ്മാർട്ട് ഫോൺ മാറി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വജ്രങ്ങൾ തുടങ്ങിയ പരമ്പരാഗത ചരക്കുകളെ മറികടന്നാണ് നേട്ടം. ഇന്ത്യയിൽ നിന്നും യുഎസിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി ഏകദേശം 5 മടങ്ങും ജപ്പാനിലേക്ക് ഏകദേശം 4 മടങ്ങും കൂടി. 2023-24 $15.57 ബില്യൺ 2022-23 $10.96 ബില്യൺ ആയിരുന്നു സ്മാർട്ട് ഫോൺ കയറ്റുമതി. 2024-25 55% ഉയർന്ന് $24.14 ബില്യൺ ആയി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ കയറ്റുമതി ചെയ്ത 5 രാജ്യങ്ങൾ US, നെതർലാൻഡ്സ്, ഇറ്റലി, ജപ്പാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്.